ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു വചനം വിശുദ്ധ മത്തായി എഴുതപ്പെട്ട കർത്താവിന്റെ ശാസുവിശേഷം 8-ാം അധ്യായം അതിന്റെ 1 മുതൽ 4 വരെയുള്ള വചനങ്ങളാണ്. ഈ ഭാഗത്ത് നാം കാണുന്നത് യേശുതമ്പുരാൻ മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ വലിയൊരു ജനക്കൂട്ടം കർത്താവിനെ അനുഗമിക്കുന്നുണ്ട്. ആ സമയത്ത് ഒരു കുഷ്ഠരോഗിയായ മനുഷ്യൻ കർത്താവിന് മുമ്പിൽ വന്ന് താണു വീണ് വണങ്ങി കർത്താവിനോട് ഒരു അപേക്ഷ സമർപ്പിക്കുന്നുണ്ട്. കർത്താവെ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. കർത്താവ് അവനെ തൊട്ട് സ്പർശിച്ചുകൊണ്ട് പറയുന്നുണ്ട്, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ. ആ നിമിഷം തന്നെ അവന്റെ കുഷ്ഠരോഗം പരിപൂർണമായി സൗഖ്യപ്പെട്ടു എന്ന് വചനം ഓർമ്മിപ്പിക്കുന്നു. കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, ഈ തിരുവചന ഭാഗം നാം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് കുഷ്ഠരോഗിയായ മനുഷ്യൻ അവൻ കർത്താവിന്റെ അടുക്കൽ വന്ന് പറയുന്ന ഒരു വാക്കാണ്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. കർത്താവിന് എന്നെ ശുദ്ധനാക്കാൻ കഴിയുമെന്ന് ആ മനുഷ്യൻ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് കർത്താവിന്റെ അടുക്കൽ, കർത്താവെ, നിനക്ക് മനസ്സുണ്ടോ എന്ന് ചോദിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കർത്താവ് അവന്റെ ഹൃദയം കണ്ടുകൊണ്ടാണ് പറയുന്നത്, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധനാകട്ടെ. ഇന്ന് പ്രിയപ്പെട്ടവരെ, നമ്മളും കർത്താവിന്റെ സന്നിധിയിൽ കടന്നു ചെന്ന് നമ്മുടെ വേദനകളും പ്രയാസങ്ങളും സമർപ്പിക്കുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, എനിക്ക് മനസ്സുണ്ട്, നിന്റെ ജീവിതത്തിൽ ഇടപെടാൻ എനിക്ക് മനസ്സുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ നിയോഗങ്ങളെ ഒക്കെ വിട്ടുകൊടുക്കാനായിട്ട് നമുക്കൊന്ന് പരിശ്രമിക്കാം. പലപ്പോഴും നമ്മൾ നമ്മുടെ വേദനകളും പ്രയാസങ്ങളും ഒന്നും കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കാതെ നമ്മൾ തന്നെ അത് മാനേജ് ചെയ്യാൻ, നമ്മൾ തന്നെ അതിന് ഒരു പോംവഴി കണ്ടെത്താനായിട്ട് നമ്മൾ കഷ്ടപ്പെടുമ്പോൾ പലപ്പോഴും നമ്മൾ പരാജയപ്പെട്ടു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്നത്, നിന്റെ പ്രയാസങ്ങളും നിന്റെ വേദനകളും നിന്റെ രോഗങ്ങളും എല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. കർത്താവിന് നിന്റെ ജീവിതത്തിൽ ഇടപെടാൻ, നിന്റെ പ്രയാസങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ അവന് മനസ്സുണ്ട്. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ നമുക്ക് കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ പ്രയാസങ്ങളും വേദനകളും ദുഃഖങ്ങളും എല്ലാം കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം. കർത്താവെ, നിനക്ക് മനസ്സുണ്ടായി എന്റെ പ്രശ്നത്തിൽ നിന്ന് എനിക്ക് പരിഹാരം കണ്ടെത്തി തരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് ഈ വചനഭാഗം ഇടയാകട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.